ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കേന്ദ്ര ബഡ്ജറ്റും കഴിഞ്ഞു. എന്തെല്ലാം ബഹളമായിരുന്നു. അതിവേഗ റെയിൽവേ, എയിംസ്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശ്രീധരൻ അങ്ങ് മലപ്പുറത്തോ പൊന്നാനിയിലോ ഒക്കെ പോയി ഓഫീസ് എടുത്തു, പ്രവർത്തനം ആരംഭിച്ചു. അതിവേഗ റെയിൽവേ ഇതാ വരുന്നു. ശ്രീമാൻ ശ്രീധരൻ ഇപ്പൊ മലപ്പുറത്തേക്ക് പോയിരിക്കുക. എന്തിനോ? ജനങ്ങളോട് സംവദിക്കാൻ, അതിവേഗ റെയിൽവേയെ പറ്റി ചർച്ച ചെയ്യാൻ. പോരേ പൂരം. ഇവരൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ചാടി പുറപ്പെടുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. തിരുവനന്തപുരം മേയർ ആകുന്നതിന് മുമ്പേ പറഞ്ഞു, തിരുവനന്തപുരം പിടിച്ചടക്കിയാൽ 50 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വരും, വികസന രേഖ പ്രഖ്യാപിക്കും, പ്രഖ്യാപനങ്ങൾ നടത്തും. അവിടെയും പറഞ്ഞു അതിവേഗ റെയിൽവേ. ഇപ്പോഴിതാ പവനായി ശവമായി എന്ന് പറയുന്ന പോലെ എല്ലാം സ്വാഹ. അതിവേഗ റെയിൽവേ വേറെ 7 കൊടുത്തു മറ്റു പല സംസ്ഥാനങ്ങളിലും, കേരളത്തിന് മാത്രമില്ല. എന്തേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഒരേ ഒരു കാരണം, കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലായി, ഇവിടെ BJPക്കാർ തലകുത്തി നിന്നാലും അധികാരത്തിൽ വരാൻ പോയിട്ട് പ്രതിപക്ഷം വാങ്ങാൻ പോലും പോകുന്നില്ല അടുത്ത അസംബ്ലി ഇലക്ഷനില്. അത് തന്നെ കാര്യം, ബംഗാളി വാരിക്കോരി കൊടുത്തു. ഇലക്ഷൻ വരികയാണ്, സാധ്യതയുണ്ട്. ഒരുപക്ഷേ മമതാ ബാനർജി വീണാൽ ഒരു സംശയവുമില്ല, BJP തന്നെ വീണാൽ. പതിറ്റാണ്ടുകൾ ബംഗാൾ ഭരിച്ച CPM-ന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. കൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. അപ്പൊ പിന്നെ അവിടെ സാധ്യതയുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ അനുവദിച്ചിട്ട് നേട്ടമുണ്ടാക്കാം ഇലക്ഷനിലൂടെ. കേരളത്തിൽ അത് നടക്കാൻ പോകുന്നില്ല. എവിടെ ഏരിയയിൽ 1-2 സീറ്റ്, അത് തന്നെ ചക്ക വീണു മുയിലെത്തു എന്ന് പറയുന്ന പോലെ തന്നെ. പിന്നെ എന്തിനാ കേരളത്തിൽ പരിഗണിക്കേണ്ടത്? ആകെ 20 MP-മാരുണ്ട്, അവരാരും കൂട്ടത്തിലുമില്ല. അത് തന്നെ കഥ. ആരോട് പറയാനാ ഇതൊക്കെ? ഒരു കാര്യവുമില്ല. കോരന് കുമ്പുളി കഞ്ഞി കേരളത്തിൽ ഇത് തന്നെ ധാരാളം. താങ്ക് യു.